നിൽക്കുന്ന രാഹുൽ എന്ന വ്യക്തി സ്ത്രീകളോട് വളരെ അപമര്യാദയെ പെരുമാറിയിരിക്കുന്നതാണ് കേസ്. ഇദ്ദേഹം പൊതുരംഗത്ത് വളരെ അപമര്യാദയായി പെരുമാറിയിരിക്കുന്നതായിരിക്കുന്നു. കോടതിക്ക് നൽകാമോ? തീർച്ചയായും ബഹുമാനപ്പെട്ട കോടതി ഇത്തരത്തിലുള്ള പരാതികളുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം സ്ത്രീകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സ്ത്രീകൾ അതുപോലെ പീഡിപ്പിക്കുക, അതിനുശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ജനപ്രതിനിധി ചെയ്യുന്നത്. രാഹുൽ ഇവിടെ വക്കീലൊന്നും ഇല്ലാതെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇത്രയും കേട്ട് രാഹുൽ എന്തെങ്കിലും കോടതിയോട് ബോധിപ്പിക്കാനുണ്ടോ? വളരെ ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ ഈ ഭരണത്തിന് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ കോടതി കൊടുക്കണമെന്നും ഒരു സ്ത്രീകളോടും ചെയ്യാൻ പാടില്ലാത്ത ശിക്ഷയും ഗർഭചിത്രം പോലെയുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സമൂഹം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ലാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ശരിയല്ലേ? ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടി അവരെ സംരക്ഷിക്കുന്നു. അതിന്റെ മറവിൽ നിൽക്കുന്ന നിലവിലെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഷാഫി അടക്കമുള്ളവർ ഇദ്ദേഹത്തെ സമ്മതിക്കുന്നു. താങ്കൾ സ്ത്രീകളെ ഹോട്ടൽ റൂമിലേക്ക് വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. താങ്കൾ ഒരു സ്ത്രീയെ ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിച്ചു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. താങ്കളെ സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുന്നുണ്ട്. പ്രതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പരമാവധി ശിക്ഷ നൽകണമെന്ന് കോടതിയോട് അപേക്ഷിക്കുന്നു. ജനങ്ങൾക്കും കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും സ്വയവിഹാരം നടത്താൻ ഇങ്ങനെയുള്ള പൊതുസമൂഹത്തെ പ്രവർത്തിക്കുന്നവർ ആപത്താണ് എന്നും കോടതി ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. ഇതുപോലെ തന്നെ സ്വമേധയാ എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്ന ഈ വ്യക്തിക്ക് കോടതി ഒരു വിധി തന്നെ കൽപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആയതിനാൽ കോടതി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഏറ്റവും വലിയ ശിക്ഷയായ തൂക്കിക്കൊല്ലുവാൻ തന്നെയാണ് നിർബന്ധിച്ചിരിക്കുന്നത്. ആൾക്കാരുണ്ട് നോക്കി തരാം. Palecari